ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, മിസ് എന്ന് വന്നിട്ടുള്ളത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. ഓണം എക്സാം കഴിഞ്ഞപ്പോൾ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് മാർക്ക് കുറഞ്ഞു പോയി, വിചാരിച്ചത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, ഓണം എക്സാം മിസ്സെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിച്ചില്ല, ഇനിയെല്ലാം ഞങ്ങൾ ക്രിസ്മസ് എക്സാമിന് നോക്കിക്കോളാം എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലേ. എന്നിട്ടും ഓണം എക്സാം കഴിഞ്ഞ് ഇതേവരെ പഠിച്ചു തുടങ്ങാത്ത ടീംസാണ് നമ്മളിൽ പലരും. അപ്പൊ ഇവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇനിയുള്ള ദിവസം, അതായത് ക്രിസ്മസ് എക്സാമിലേക്ക് ഇനി നമുക്കൊരു മാസം കൂടിയൊക്കെ ഉണ്ടാവത്തുള്ളൂ, ആ ഒരു മാസം എങ്ങനെ കൃത്യമായിട്ട് പഠിക്കാം, വലിയ ബേർഡൻ ഒന്നും ഇല്ലാതെ എങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ ക്രിസ്മസ് എക്സാം പ്രാക്ടീസ് ചെയ്ത് പാസ്സാവാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു അടിപൊളി സ്റ്റഡി ടൈം ടേബിൾ അറ്റ് ദ എൻഡിലേക്ക് മിസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഓക്കെ, അതായത് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, എന്ത് ചെയ്താലാണ് ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. മക്കളെ, എക്സാമിങ് എത്തി, ക്രിസ്മസ് എക്സാമിങ് എത്തി, ഇനി നമ്മുടെ കളികളൊന്നും കളിച്ചിരുന്നാൽ മതിയാവില്ല, നമ്മൾ അതിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും, അതായത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കും അതേപോലെ നോട്ട് ബുക്കൊക്കെ കംപ്ലീറ്റഡ് ആണോ, ഇനി കംപ്ലീറ്റ് അല്ലെങ്കിൽ ഏത് ചാപ്റ്റർ ആണ് വിട്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതെല്ലാം തന്നെ പക്കാ സെറ്റാക്കി കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എക്സാമിനേക്ക് നിങ്ങൾക്കറിയാം ജൂൺ മുതലുള്ള പോർഷൻസ് ഉണ്ടായിരിക്കും. ഓണം എക്സാമിന്റെ പോർഷൻസ് കൂടെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് കുറച്ച് ശതമാനം ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ ഒരു ഭാഗം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, എക്സാമിന് പഠിക്കാനുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് സ്കൂളിൽ ചോദിച്ചു നോക്കുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്, ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. അത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുക, ഇംഗ്ലീഷിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത്. ഓണം എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടെ വെയിറ്റേജ് കൊടുത്തിട്ട് വേണ്ടി വരും പഠിക്കാനായിട്ട്, മറ്റേതിന് വെയിറ്റേജ് കുറച്ചൊന്ന് റിവിഷൻ ചെയ്താൽ മതിയാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ പോർഷൻസ് കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പോർഷൻസ്, എക്സാമിനുള്ള പോർഷൻസ് എഴുതി വെക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് യുവർ സബ്ജക്ട്സ്. ചില ആൾക്കാർ മാത്സിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും, അവരെന്തായിരിക്കും ഈ ബൈഹാർട്ട് പഠിക്കേണ്ട സോഷ്യൽ, സയൻസ് അങ്ങനെയുള്ള സബ്ജക്റ്റിൽ കുറച്ച് വീക്കായിരിക്കും. ചില ആൾക്കാർ ലാംഗ്വേജസിൽ അടിപൊളിയായിരിക്കും, മാത്സ് അങ്ങനത്തെ സബ്ജക്റ്റിൽ കുറച്ച് വീക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്കാണ് നിങ്ങളെ കൃത്യമായിട്ട് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സബ്ജക്റ്റിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതിനനുസരിച്ച് ചാപ്റ്റേഴ്സും സബ്ജക്റ്റും പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് എക്സാമിന് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഇന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഏതൊക്കെയാ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക, പോർഷൻസ് ഏതൊക്കെയാ നോക്കി വെക്കുക, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നുള്ളത് നോക്കി വെച്ച് അതെല്ലാം സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷനായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെറ്റപ്പ് എ ടൈം ടേബിൾ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത് എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അതായത് ഞാൻ എന്ന് പറയുന്ന ഒരാൾ നൈറ്റ് പേഴ്സൺ ആണ്. രാത്രി ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും, പക്ഷെ രാവിലെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് അറിയാം. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ കൂടി ഒരാൾ, നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് ഏതാ നിങ്ങൾക്കറിയാം, അതിന്റെ സീരിയസ്നെസ്സും നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും മൺഡേ ടു ഫ്രൈഡേ, അതായത് വർക്കിംഗ് വീക്ക് ഡേയ്സിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ഒരു 2 to 3 hours സ്റ്റഡി ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. വീക്കെൻഡ്സിൽ, അതായത് ഹോളിഡേയ്സ് വരുന്ന സമയത്ത് 3 to 4 hours നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. ഇത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മോർണിംഗ് പേഴ്സൺ ആയിക്കോട്ടെ നൈറ്റ് പേഴ്സൺ ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു ടൈമിങ് എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. വീക്ക് ഡേയ്സിൽ, അതായത് മൺഡേ ടു ഫ്രൈഡേയിൽ 2 to 3 hours, അതേപോലെ സാറ്റർഡേ സൺഡേ അല്ലാതെ ഹോളിഡേയ്സ് വരുന്ന സമയത്ത് 3 to 4 hours പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കേണ്ടത്. ഇനി ഞാൻ ഉണ്ടാക്കിയ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ടൈം ടേബിൾ വരുന്നത്. മൺഡേ ടു ഫ്രൈഡേ ഒരു ടൈം ടേബിൾ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വൈകുന്നേരം 5 മണി മുതലാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി
സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫ്രീ ടൈം ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോച്ചിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈമോ ടി വി കാണണമെങ്കിലോ ഫോൺ കാണണമെങ്കിലോ ഒക്കെ ആ ഒരു സമയത്തിൽ നിങ്ങൾ തീർത്തുകൊള്ളുക. 5 മണി മുതൽ 6:15 വരെ ഫസ്റ്റ് പാർട്ട്, 6:30 മുതൽ 7:45 വരെ രണ്ടാമത്തെ പാർട്ട്, പിന്നെ 8:30 മുതൽ 9:30 വരെ അടുത്ത പാർട്ട്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് മീൻസ് ഡിന്നർ കഴിക്കാനുള്ള സമയം വേണം. അതേപോലെ ഇടയ്ക്ക് ബ്രേക്കും വേണം. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം സബ്ജക്ട്സുകളൊക്കെ മാറ്റി കൊടുക്കാനായിട്ട്. ഒരു ബേസിക് ടൈം ടേബിൾ മാത്രമാണിത്. ഇനി സാറ്റർഡേ സൺഡേയിലുള്ള ടൈം ടേബിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലും നിങ്ങൾക്ക് ഫ്രീ ടൈം ഒക്കെ കൊടുത്തുകൊണ്ടാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളിക്കാനും ടി വി കാണാനും എല്ലാത്തിനുള്ള സമയം വേണം. എക്സാം അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, കുറച്ചുകൂടെ പാക്ഡ് ആയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള സമയം തന്നുകൊണ്ട് എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ നോക്കുക. ഇത് നോക്കിയിട്ട് നിങ്ങളുടെ ടൈമിംഗ് അനുസരിച്ച് ഇതിലെ ടൈമിങ്ങും സബ്ജക്ട്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, പഠിക്കണം എന്ന് വിചാരിച്ച് മിസ് ഒരിക്കലും പറയുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്ന്. ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. എന്നിട്ട് ആ ബ്രേക്കിന് ശേഷം പിന്നെയും വന്നിരുന്ന് പഠിക്കുക എന്നുള്ളത് കൂടി നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെ ബ്രേക്ക് ഇട്ട് പഠിക്കുക. ഒരു സബ്ജക്റ്റ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ഓരോ സബ്ജക്റ്റുകളായി 40 മിനിറ്റ്സ് കഴിയുമ്പോൾ സ്വിച്ച് ചെയ്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്താൽ മടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമ്മുടെ എക്സാം വരെ ഇത് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാനാണ് സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓഫർ പ്രൈസിൽ പിന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ഡ്രോപ്പിൽ ആപ്പ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്പ് പർച്ചേസ് ചെയ്യണം. റിവിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആപ്പിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ആരും തന്നെ ഈ ചാൻസ് മിസ് ചെയ്യേണ്ട. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ പ്രൈസ് ഡ്രോപ്പ് ആണ്, ഓഫർ പ്രൈസിലാണ് നമ്മുടെ ആപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ പോലും ഈ ചാൻസ് മിസ് ചെയ്യാതെ വേഗം തന്നെ ആപ്പ് പർച്ചേസ് ചെയ്ത് ഒരുമിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.